ഹരി ഓം ഹരി. എല്ലാവർക്കും നമസ്തേ. ഇന്ന് കർക്കിടകം 1, പവിത്രമായ രാമായണ മാസത്തിന് ശുഭാരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവദാനങ്ങൾ, രാമായണത്തിൻ്റെ ശീലുകൾ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലമാണ് ഇനി നമുക്ക് മുന്നിലേക്കുള്ളത്. എല്ലാ ജനങ്ങൾക്കും, ലോകത്തിന് ആകെ തന്നെയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും ഭഗവാൻ ഈ ലോകത്തിന് നൽകട്ടെ എന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നമ്മൾ രാമായണം വായിക്കുക, പാരായണം ചെയ്യുക. ഇതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് രാഗമോ താളമോ ഒന്നുമില്ല. ഇത് കിളിപ്പാട്ടാണ്. നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ, തെറ്റുകൂടാതെ, അരോചകമായിട്ട് തോന്നാത്ത രീതിയിൽ നമ്മളിത് പാരായണം ചെയ്യുക. അതിനാരും മടിക്കേണ്ട. അത് മറ്റുള്ളവർ കേട്ടാൽ അത് നാണക്കേടാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് നമ്മൾ കേൾക്കുന്നതെല്ലാം ടി വിയിലും റേഡിയോയിലുമൊക്കെ രാഗം വിസ്തരിച്ച് വായിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഇതൊരു നാണക്കേട് പോലെ തോന്നുന്നത്. എനിക്ക് അങ്ങനെ വായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാകുന്നുണ്ട്. ആ ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ ഈ നാമം ആണിത്. ഭഗവാന്റെ കഥ നമ്മൾ പാടുകയാണ്. കിളിപ്പാട്ടാണ്. കിളിപ്പൈതൽ പാടി കേൾപ്പിച്ചാണ്. കിളിപ്പാട്ടായതുകൊണ്ട് ഇതിന് രാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. തെറ്റുകൂടാതെ, തെറ്റ് മാത്രം വരുത്തരുത്. അഥവാ നമ്മൾ വായിച്ച് പോകുന്ന സമയത്ത് എന്തേലും നാക്കുപിഴയുണ്ടായാൽ, തെറ്റുണ്ടായാൽ അത് നമ്മൾക്ക് മനസ്സിലാകും. വീണ്ടും അത് നമ്മൾ ആ തെറ്റ് തിരുത്തി വായിച്ച് നമ്മൾ രാമായണം മുന്നോട്ട് കൊണ്ടുപോവുക. രാമായണ പാരായണം ഈ കർക്കിടക മാസം തീരുന്ന വരെ, ഇന്നു മുതൽ അന്ന് വരെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുക. ഇത് നമ്മുടെ ഈ അടുത്ത തലമുറ, വളർന്നു വരുന്ന തലമുറയും ഇത് കണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചിന്ത മുതിർന്നവർക്ക് എപ്പോഴും ഉണ്ടാകണം. ആദ്യം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ച് രാവിലെയോ വൈകിട്ടോ സന്ധ്യയ്ക്കോ എപ്പോഴാണ് നമുക്ക് സമയം ഉള്ളത് എന്ന് നമ്മൾ അത് കണക്ക് കൂട്ടിയിട്ട് നിലവിളക്ക് കൊളുത്തി നമ്മൾ സാധാരണ നാമം ജപിക്കാനോ അല്ലെ ഭാഗവത പാരായണത്തിനുമൊക്കെ ഒരുക്കുന്ന പോലെ, അത് ഗണപതിക്ക് ഒരുക്കണമെന്ന് നിർബന്ധമില്ല. നിലവിളക്ക് കൊളുത്തി വെച്ച് നമ്മൾ പാരായണം ചെയ്യുക. രാവിലെയെങ്കിൽ രാവിലെ, വൈകിട്ടെങ്കിൽ വൈകിട്ട്, എപ്പോഴാണോ നമുക്ക് സമയം തോന്നുന്നത് ആ സമയത്ത് നമ്മൾ പാരായണം ചെയ്യുക. ആരും മടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഇതിന് പ്രത്യേകിച്ച് രാഗമോ താളമോ ഒന്നുമില്ല. ഇത് കിളിപ്പാട്ടാണ്. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ നമ്മൾ പാരായണം ചെയ്യുക. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. തെറ്റ് മാത്രം ഉണ്ടാകരുത് എന്നുള്ളത്. ചിലപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് വായിച്ചു പോകുമ്പോൾ തെറ്റുണ്ടാകാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് വരുത്തിയാൽ മാത്രമേ അതിനകത്തിൽ നമുക്ക് പിഴവെന്ന് പറയാൻ പറ്റൂ. അറിയാതെ നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത് ചിലപ്പോൾ തെറ്റ് വന്നെന്നിരിക്കും. നമുക്ക് എൻ്റെ മുന്നിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. പണ്ട് പൂന്താനം തിരുമേനി ഗുരുവായൂർ നടയിൽ വെച്ച് അദ്ദേഹം ഭാഗവതം പാരായണം ചെയ്തപ്പോൾ പത്മനാഭ മരപ്രഭു എന്ന് വായിച്ചു. അത് ആ സംസ്കൃതത്തിൻ്റെ ആ ചിഹ്നം അത് സൈലൻ്റായിട്ടായതുകൊണ്ട്, അദ്ദേഹം പണ്ഡിതനല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം അത് പത്മനാഭ മരപ്രഭു എന്ന് വായിച്ചു പോയ കാര്യം നമുക്കറിയാം. അന്നേരം അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാരെല്ലാം പൂന്താനത്തിനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ, കളിയാക്കി ചിരിച്ചപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഭഗവാൻ അശരീരിയായിട്ട് പറഞ്ഞത് എന്താണ്? ആ ഭക്തനെ ഇവരെല്ലാം കൂടെ, ഈ പണ്ഡിതന്മാരെല്ലാം കൂടെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ആ അശരീരിയിൽ കൂടി എന്താണ് പറഞ്ഞത്? ഞാൻ മരപ്രഭുവും കൂടിയാണെന്നാണ് പറഞ്ഞത്. അമരപ്രഭു മാത്രമല്ല, ഞാൻ മരപ്രഭുവും കൂടിയാണെന്നാണ് പറഞ്ഞത്. അതായത് ഭക്തൻ
മനഃപൂർവ്വം അല്ലാതെ ഭക്തനിൽ നിന്നൊരു തെറ്റുണ്ടായപ്പോൾ ഭഗവാൻ അത് ക്ഷമിച്ച് ഭഗവാൻ ഭക്തനെ രക്ഷിക്കുകയായിരുന്നു ചെയ്തത്, ഭക്തൻ്റെ മനസ്താപം തീർക്കുകയായിരുന്നു ചെയ്തത്. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈശ്വരനാമം ജപിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം തെറ്റ് പറഞ്ഞാൽ മാത്രമേ അതിനകത്തിലൊരു പിഴവുള്ളൂ. മനഃപൂർവ്വമല്ല, നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തേലും തെറ്റായിട്ട് വായിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും അത് ശരിയായിട്ട് വായിച്ചു പോവുക. ഞാനത് ഒരു വരി വായിച്ചത് തെറ്റായിപ്പോയി, അത് വീണ്ടും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കും അവനിത് അറിയാത്തവനാണല്ലോ, അവൻ തെറ്റാണല്ലോ വായിച്ചത് പാരായണം ചെയ്തെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാതെ എന്തെങ്കിലും ഒരു പിഴവായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും വായിച്ച് പോവുക. അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും മുടങ്ങാതെ രാമായണം വായിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരട്ടെ. നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകും. അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ ഈ നമ്മുടെ കർക്കിടക മാസം, ഈ രാമായണ മാസാരണം തീരുന്ന വരെ വീടുകളിൽ പാരായണം ചെയ്യുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഹരി ഓം, ഹരേ കൃഷ്ണ. ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.